നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള പാലൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാലൈസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ടേക്ക് നമുക്കൊരു 1/4 കപ്പിനടുത്ത് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ആഡ് ചെയ്യുമ്പോൾ പാലൈസ് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലോറും പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ശരിക്കും യോജിച്ച് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ ഏകദേശം 1.5 കപ്പിനടുത്ത് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 1/4 കപ്പിനടുത്ത് പഞ്ചസാര ചേർക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലിടുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഈ കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി സമയം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുൽഫി റെഡിയാക്കി എടുക്കുന്ന അത്രയും ടൈം ചെയ്യേണ്ട. 1-2 മിനിറ്റൊക്കെ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമി ആയി കിട്ടിയാൽ മാത്രം മതി. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാകം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നല്ലൊരു ക്രീമി ടെക്സ്ചറിലോട്ടേക്ക് ഇത് മാറും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഏലക്കയൊക്കെ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് മോൾഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ മോൾഡിനകത്തും അതുപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസ്സിനകത്തും സെറ്റ് ചെയ്യുന്ന രണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ മോൾഡിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അതായത് മുകൾ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കരുത്. കണ്ടില്ലേ, ഏകദേശം ഈ ഒരു അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇതിനകത്തോട്ടേക്ക് സ്റ്റിക്ക് കൂടി വെക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് വരുന്നത് നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിനോട്ട് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ അത്യാവശ്യം ഞാൻ മുകൾ ഭാഗം വരെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ മോൾഡിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അലുമിനിയം ഫോയിൽ കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇതുപോലൊരു സ്റ്റിക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി ഒരു 7-8 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലൈസ് ഇവിടെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിനകത്തുള്ളത് മാത്രം ഞാനൊന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ട് ചൂടുള്ള വെള്ളം എടുത്താൽ മതി. എന്നിട്ട് ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി വെച്ച് ഒന്ന് ആ ഒരു തണുപ്പ് മാറി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ അലുമിനിയം ഫോയിലോ നിങ്ങൾ പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ കുൽഫിക്കൊക്കെ ചെയ്യുന്നത് പോലെ സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.